എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സമയം പരിമിതമാകിയാൽ നേരെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഗെത്സമനത്തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു വാക്കിനെ നാം ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾ ആരെയാകുന്നു അന്വേഷിക്കുന്നത്? ഇന്ന് വൈകുന്നേരവും ദൈവം സഹായിച്ചാൽ അതേ വിഷയം ആയിരിക്കും നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ രാത്രി വായിച്ച ആ വാക്യം വായിച്ച് ഇന്നത്തെ ശുശ്രൂഷ വീണ്ടും ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച് എന്ന് സഹായിക്കണം. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. പുസ്തകം ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം തുടങ്ങുന്നത് ദൈവം മനുഷ്യനെ തിരഞ്ഞുകൊണ്ടാണ്. ഏദൻ തോട്ടത്തിൽ ആദം എന്ന് വിളിച്ചുകൊണ്ട് ആദമിനെ തിരയുന്ന ദൈവത്തെ നാം കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തു തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? അത് കഴിഞ്ഞ് കർത്താവരോട് പറയുകയാണ്, വന്ന് കാണുമീൻ. നിങ്ങൾ തിരയുന്നവനെ ഒരു 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 നോട്ടം കൊണ്ട് കണ്ടു തീർക്കാനാവില്ല. അതുകൊണ്ട് വന്ന് കാണുമീൻ. അങ്ങനെ 3.5 വർഷം ശിഷ്യന്മാർ ആ കർത്താവിനെ പല ആംഗിളിൽ പല സാഹചര്യങ്ങളിൽ വെച്ച് കാണുകയാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചത് യോഹന്നാൻ 12-ൽ യവനന്മാർ പറയുകയാണ്, വി വുഡ് ലൈക്ക് ടു സീ ജീസസ്. കർത്താവിനെ ഒന്ന് കാണണം. കർത്താവ് പറയുകയാണ്, ഈ 3.5 വർഷം ഞാൻ ശുശ്രൂഷിച്ചു, നിങ്ങൾ വന്നില്ല. ഇപ്പോൾ 12-ാം അധ്യായം എത്തി. 13-ാം അധ്യായത്തിൽ ഞാൻ മാളികമുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് കഴിഞ്ഞ് ശിഷ്യന്മാരുമായ ഒരല്പം സ്വകാര്യ സമയം ചെലവഴിക്കും. 18-ാം അധ്യായത്തിൽ ഞാൻ ബന്ധിക്കപ്പെടും. 19-ൽ ഞാൻ ക്രൂശിക്കപ്പെടും. ഇനി നിങ്ങൾക്ക് എന്നെ എങ്ങനെ കാണാൻ കഴിയും? ഒന്ന് മുഖം കാണുകയല്ല, ദൈവത്തെ കാണുക എന്ന് വെച്ചാൽ. അതുകൊണ്ട് കർത്താവ് ഉത്തരം പറഞ്ഞ് ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാൻ പോവുകയാണ്. ആ നാഴിക വന്നിരിക്കുന്നു. അതുകൊണ്ട് ധാന്യം വീണ് വലിയ വിളവുണ്ടാകാൻ പോവുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്നെ ഗോൽഗോഥായിൽ വെച്ച് കാണാം. അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാൻ ഒത്തിരി ഉണ്ട്. അവിടെ വെച്ച് എൻ്റെ അകത്തളങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ ഉത്തരം കർത്താവ് അവിടെ വെച്ച് പറഞ്ഞു. എന്നാൽ ഇവിടെ ആ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് വരികയാണെന്ന് പറയാം എങ്കിലും ദൈവത്തെ ബന്ധിക്കുവാനായിട്ടാണ് വരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ 2 അധ്യായം കഴിഞ്ഞ് 20-ാം അധ്യായം എത്തുമ്പോൾ മറിയ കരഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ കല്ലറയുടെ പുറത്ത് നിൽക്കുമ്പോൾ വീണ്ടും കർത്താവ് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. മറിയേ, സ്ത്രീയെ, നീ എന്തിന് കരയുന്നു? നീ ആരെ തിരയുന്നു? അവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ഊന്നി പറയാനിടയായി. യേശു എന്ന വ്യക്തിയെ തന്നെ തിരയുന്ന ഒരു സ്ത്രീയായിരുന്നു മറിയം. ഐ വാണ്ട് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ കർത്താവിനെ അവർ കൊണ്ടുപോയി. എൻ്റെ കർത്താവിനെ എനിക്ക് വേണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ അളവിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കർത്താവിനെ തന്നെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം. ബൈബിൾ വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഇപ്പോൾ ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ എങ്ങനെയാണ് അവനെ തിരയുന്നത്, അവനെ അന്വേഷിക്കുന്നത്? 1-2 വാക്യങ്ങൾ വായിച്ച ആ ഭാഗം ഞാൻ വിട്ടുകൊള്ളാം. നമുക്ക് കർത്താവിനെ തന്നെ അന്വേഷിക്കുന്നതിൻ്റെ ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 33-ാം വാക്യം. ഞാനും എൻ്റെ ഗുണമല്ല, പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ടും പ്രസാദിപ്പിക്കുന്നുവല്ലോ. ഞാൻ എൻ്റെ ഗുണമല്ല. കർത്താവിനെ അന്വേഷിക്കണമെങ്കിൽ അതിനകത്ത് എനിക്കെന്ത് ഗുണമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുണം കിട്ടൂ.
ഇന്ന് ശുശ്രൂഷിക്കുന്ന സമയത്തും എനിക്ക് ഗുണമുണ്ടാകാം. എൻ്റെ പ്രസംഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, അങ്ങനെ എനിക്ക് പേരുണ്ടാക്കാം. അങ്ങനെ വ്യക്തിപരമായ താല്പര്യത്തോടുകൂടെ ശുശ്രൂഷിക്കുന്ന മാനസിക അവസ്ഥ പലപ്പോഴും ശുശ്രൂഷകരിൽ അറിഞ്ഞും അറിയാതെയും ഉണ്ടാകാറുണ്ട്. നമ്മൾ മനുഷ്യരല്ലേ. എന്നാൽ സ്വയത്തെ അന്വേഷിക്കാതെ അവനെ അന്വേഷിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ അന്വേഷിക്കുന്ന പ്രക്രിയയിൽ എൻ്റെ നേട്ടം ലക്ഷ്യം വയ്ക്കാതെ ഉള്ള ശുശ്രൂഷ. രണ്ട് വാക്യം കൂടെ. ഗലാത്യർ 1:10. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. അപ്പോൾ ഇവിടെ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന, മനുഷ്യനെ അന്വേഷിക്കുന്ന, മനുഷ്യരുടേത് അന്വേഷിക്കുന്ന, അല്ല ദൈവത്തെ അന്വേഷിക്കുന്ന, ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് എന്നോട് പറയുക, ഞങ്ങൾക്ക് ശുശ്രൂഷ വളരെ ഇഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്ന ശുശ്രൂഷകനാണെങ്കിൽ അതിൻ്റെ ഇടയിലും ഞാൻ എങ്ങോട്ടായിരിക്കണം നോക്കേണ്ടത്? കർത്താവേ, അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങയ്ക്ക് പ്രസാദകരമാണോ? അങ്ങയ്ക്ക് സ്വീകാര്യമാണോ? അങ്ങ് സ്വീകരിച്ചോ? അങ്ങയ്ക്ക് കിട്ടിയോ? മനുഷ്യർ മുഴുവനും നമ്മെ ശ്ലാഘിച്ചാലും കർത്താവിനെയാണ് അന്വേഷിച്ചതെങ്കിൽ ആ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ മുഖപ്രസാദം നോക്കുക. നമ്മൾ ആ മുഖത്തൊരു പ്രസാദമുണ്ടോ? ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അവനെ അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? അവനെ പ്രസാദിപ്പിക്കുവാൻ അന്വേഷിക്കുന്നവർ, അവനെ പ്രസാദിപ്പിക്കുവാൻ അന്വേഷിക്കുന്നവർ. നമ്മൾ ഒരു ഫോർമാലിറ്റിയാണ്. ആദ്യമേ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി വന്ന് നിൽക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കെന്താ? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തന്നെത്താൻ അങ്ങ് മഹത്വപ്പെടുവോ? ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നുവെച്ച് ഇവിടെ വഴക്ക് പിടിക്കുകയും കുശുമ്പ് പറയുകയും വെല്ലുവിളിക്കുകയും സ്വയത്തെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ദൈവനാമം അങ്ങനെ അങ്ങ് മഹത്വപ്പെടുമോ? വചന ശുശ്രൂഷയിൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് വചനം ഒരുക്കുകയാണ്, ആ ലക്ഷ്യത്തിൽ ചെയ്യുകയാണ്. ദൈവനാമം മഹത്വപ്പെട്ടോ ഇല്ലയോ എന്ന് വചന ശുശ്രൂഷയ്ക്ക് ശേഷം ചിന്തിക്കുക, ആലോചിക്കുക. അതിന് പകരം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, ആരൊക്കെ എന്നെ ശ്ലാഘിക്കുന്നു എന്ന് അറിയാതെ, മനുഷ്യനല്ലേ, ഞാനൊരു മനുഷ്യനാണ്, എനിക്കറിയാം, അങ്ങനെയാണ് അതിൻ്റെ പോക്ക്. അതുകൊണ്ട് കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ അർത്ഥവും അതിൽ ഉണ്ട്. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവനെ പ്രത്യേകമായ നിലയിൽ കാണും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. അതായത് ഞങ്ങളവനെ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. കണ്ടാൽ തച്ചൻ്റെ മകനാ, നസ്രായന, വലിയ ഗ്ലാമറൊന്നുമില്ല, താടിയൊക്കെ നീട്ടി, ക്ഷീണിച്ച് മുഖമൊക്കെ വെയിൽ കൊണ്ട് കറുത്ത്, പിന്നെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യവും ഇല്ല. പക്ഷെ ഞങ്ങളവനെ ഞങ്ങൾ വേറെയായിട്ടാണ് കാണുന്നത്. ഞാൻ ഇന്നലെ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. എന്തുവാ? എൻ്റെ എക്സാമ്പിളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കുരുമുളക് അല്ലേ, ഒരു ബ്രദർ വന്നിട്ട് യേശു ക്രിസ്തുവിനെ പറഞ്ഞാൽ പറയാം കുരുമുളകെന്ന്. കുരുമുളകിനെ കുറിച്ച് നമ്മളെന്താ പറയുന്നത്? ഒരു പറച്ചിലാണ്. അത് ബ്ലാക്ക് ഗോൾഡാന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഗോൾഡാന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബിസിനസ് വേൾഡിൽ ഇതിന് നല്ല സാധ്യതകളുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് ചുക്കിച്ചുളുങ്ങി ഇല്ലേ. ഒരു കുരുമുളക് എന്ന് വെച്ചാൽ എങ്ങനെയാ? കറുത്ത് ചുക്കിച്ചുളുങ്ങി ഒരു ചെറിയ ഒരു മണി പോലത്തെ ഒരു സാധനം. അത് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന ആരാ? ഈ ബിസിനസ് മൈൻഡുള്ളവനാ. കുറുക്കൻ ചാകുന്ന സമയത്തും അവൻ്റെ നോട്ടം കേട്ടിട്ടുണ്ടോ? ഇവിടെ തൃശ്ശൂരിൽ അങ്ങനെയൊക്കെ പറയുമോ? കോഴിക്കൂട്ടിലേക്കാണ് എന്ന് പറഞ്ഞ പോലെ നാം കർത്താവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ
യൂദാസ് പണം അന്വേഷിച്ചു. അവന് കർത്താവും അവൻ്റെ 12 ശിഷ്യന്മാരുടെ മധ്യേ അവൻ അന്വേഷിച്ചത് അവന് കിട്ടി, പണം. അപ്പോൾ ഈ നിലയിലൊക്കെ നമുക്ക് കർത്താവിനെ അന്വേഷിക്കാൻ കഴിയും. യേശുക്രിസ്തു അവിടെ പറയുകയാണ്, നിങ്ങൾ ആരെയാകുന്നു അന്വേഷിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്, അവൻ തനിക്ക് സംഭവിക്കുവാനുള്ളത് എല്ലാം അറിഞ്ഞ് മുമ്പോട്ട് ചെന്നു. അതിനെക്കുറിച്ച് അധികമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ ഇന്നലെ ധ്യാനിച്ചതാണ്. ഇന്ന് ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, കർത്താവ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ ഉത്തരം പറഞ്ഞു. എന്തോ ഉത്തരം പറഞ്ഞേ? നസറയനായ യേശുവിനെ. അപ്പോൾ കർത്താവ് ഒരു മറു ഉത്തരം അല്ലെങ്കിൽ തിരിച്ചുത്തരം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഞാൻ ആകുന്നു, ഞാനാകുന്നു. അത് പറയുകയും, ഇന്നലെ നമ്മൾ ചിന്തിച്ച മറ്റൊരു കാര്യം, ആയിരക്കണക്കിന് ആൾക്കാരാണ് പിടിക്കാൻ വന്നത്. ഇന്നലെ വരാത്തവർക്ക് വേണ്ടി അത് വിശദീകരിക്കാനാവില്ല. ഒരു വാക്യം മാത്രം നിങ്ങളുടെ വരാത്തവർക്ക് വേണ്ടി മനസ്സിൽ വെക്കാൻ വേണ്ടി പറഞ്ഞ് ഞാൻ പോയിക്കൊള്ളാം. ഈ വന്നവർ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു. കർത്താവിനെ പിടിക്കാൻ വന്നത്, ഗെത്സമനത്തോട്ടത്തിൽ വന്നത് ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു എന്ന് തെളിയിക്കുന്ന 1-2 വാക്യങ്ങൾ. ഒരു വാക്യം മത്തായി 26:47 എഴുതിയിട്ടുണ്ട്, എ ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പുരുഷാരം അവനെ പിടിക്കാൻ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് പറയാൻ കാരണം ഇപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാകും. അത്രയും വലിയ പുരുഷാരം, യൂദാസ് ഏറ്റവും മുമ്പിൽ. യൂദാസിൻ്റെ ഉള്ളിൽ പിശാച്, ഞാൻ ഇന്നലെ പറഞ്ഞു, പിശാച് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, യൂദാസിൻ്റെ ഉള്ളിൽ മാത്രമാണ് കയറിയതായി നമുക്ക് രേഖയുള്ളത്. ഇനിയും ഭാവിയിൽ അവൻ ഒരാളുടെ ഉള്ളിൽ കയറും. അതേതാ? അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വളരെ ശക്തനായ വ്യക്തിയാണ് പിശാച്. എല്ലാവരിലും കയറുന്നവനല്ല. എന്നാൽ അശുദ്ധാത്മാക്കൾ അത് വേറൊരു ഗണമാണ്. ഈ പ്രൊസസ്ഡായി അല്ലെങ്കിൽ അങ്ങനെ കയറി എന്ന് പറയുന്നത് എപ്പോഴും അശുദ്ധാത്മാക്കളെ കുറിച്ചാണ്. ഞാൻ ഇന്നലെ വീട്ടിൽ പറയാനായിട്ട് ഇടയായി. അശുദ്ധാത്മാക്കൾ കയറിയവരുടെ അവസ്ഥ നമുക്കറിയാം, ഇല്ലേ? എന്നാ ഒരു അവസ്ഥയാണ്. അപ്പോൾ പിശാച് കയറിയവൻ്റെയോ? പിശാച് കയറിയവൻ്റെ അവസ്ഥ എന്നതായിരിക്കും നമുക്കൊന്ന് ഊഹിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ എന്തുകൊണ്ട് പിശാച് യൂദാസിൽ കയറി? അവിടെ ഒരു അശുദ്ധാത്മാവിനെ വിട്ടാൽ പോരായിരുന്നോ? പറ്റില്ല. കാരണം അശുദ്ധാത്മാക്കളുടെ റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ അവർക്ക് ഒട്ടും സാധിക്കുകയില്ല. എന്നാൽ പിശാചിന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഒരു ലീഗൽ അനുവാദം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പിശാചിന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുക്കൽ കയറുന്നതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് യൂദാസ് ചെന്ന് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച് ചുംബിക്കണം. അത്രയും ഒരു അശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റുമോ? അകത്തിരുന്നുണ്ട് അത് പറ്റത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് പിശാച് ഇവിടെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, യേശുക്രിസ്തുവിന് വിരോധമായിട്ടാണ് വരുന്നത്. യേശുക്രിസ്തുവിന് വിരോധമായി ദൂരെ പ്രവർത്തിക്കുകയല്ല, അടുത്ത് ചെന്ന് പ്രവർത്തിക്കുക. അപ്പോൾ എതിർ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ വരുന്നുണ്ട്. ദൈവത്തിനെ, യേശുക്രിസ്തുവിനെ നേരിട്ടെതിർക്കുവാൻ യൂദയുടെ ഉള്ളിൽ പിശാചിന് വരുവാൻ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ഭാവിയിൽ എതിർ ക്രിസ്തുവിൽ അവൻ വീണ്ടും ആ നിലയിൽ ആവസിക്കും എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെ ഇന്നലെ വന്നവർക്ക് കുറച്ചുകൂടെയും വേഗം മനസ്സിലാകും. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ഇന്നത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ വെച്ച് ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാർ, അവരുടെ കയ്യിൽ വടിയുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്, തീപ്പന്തമുണ്ട്, അധികാരമുണ്ട്, അധികാരപത്രവുമായിട്ടൊക്കെ ആയിരിക്കാം വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും കൂടെ പുറകോട്ട് വീഴുകയാണ്. പുറകോട്ടാണോ മുമ്പോട്ടാണോ വീണേ? പുറകോട്ടാണ് വീണേ. എല്ലാവരും വീണോ? അതോ ചിലരൊക്കെ വീണു, ചിലരൊന്നും വീണില്ല? അങ്ങനെ ഉണ്ടല്ലോ ചില കൂട്ടങ്ങൾ, പുറകോട്ട് വീഴുന്ന കൂട്ടങ്ങളെ അറിയാമായിരിക്കുമല്ലോ. അവർ ചിലർ വന്നിട്ട് പറയും, ബ്രദറെ ഞാനും പോയായിരുന്നു, പക്ഷെ വീണില്ല. ബാക്കിയുള്ളവരൊക്കെ വീണു. ഞാൻ വീഴാനൊക്കെ ശ്രമിച്ചാലും നടന്നില്ല. ചിലർ വീണ കൈയും കാലമൊക്കെ ഒടിയുന്നതായിട്ടും കേട്ടിട്ടുണ്ട്. അതൊന്നും ആരാധനയല്ല. ആരാധന എപ്പോഴും മുമ്പോട്ടാണ്. ആരാധനയുടെ പ്രത്യേകത അത് മുമ്പോട്ട് വീഴും എന്ന് മാത്രമല്ല, ആരാണെന്ന് തിരിച്ചറിഞ്ഞാണ് വീഴുന്നത്. പുറകോട്ട് വീഴുമ്പോൾ എങ്ങോട്ടാണ് വീഴുന്നത്, ആരുടെ കാലിലോട്ടാണ് വീഴുന്നതെന്ന് അറിയില്ല, ഇല്ലേ? അങ്ങനല്ല, ആരാധനയ്ക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഞാൻ സുവിശേഷം പറയുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യരുടെ ഇടയിൽ അത് ഐഡൻറ്റിഫിക്കേഷനാണ്. അതിനാണ് വോട്ടർ കാർഡ്, ആധാർ കാർഡ്. ഈ ആധാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? എന്ത് ആധാരത്തിലാണ് താങ്കൾ ജോർജ് മാത്യു എന്ന് പറയുന്നത്?
അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ആധാരത്തിൽ, ആധാർ കാർഡ് ആധാരത്തിൽ ഞാൻ പറയുകയാണ്, ഞാനാണ് ജോർജ് മാത്യു. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ TTR വന്നിട്ട് പറയുകയാണ്, ആധാർ കാർഡ് കാണിക്കണം, വോട്ടർ കാർഡ് കാണിക്കണം, അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് കാണിക്കണം. ഞാനല്ല യാത്ര ചെയ്യുന്ന, പകരം സുരേഷ് ആണെങ്കിൽ എന്നാ കുഴപ്പം? ടിക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ യാത്ര ചെയ്യുന്നതിന് പകരം, എനിക്ക് പകരം സുരേഷ് യാത്ര ചെയ്ത് എന്നാ കുഴപ്പം? വലിയ കുഴപ്പമാണ്. വല്ലതും കുഴപ്പമൊക്കെ കാണിച്ചു പോകുന്ന ആളാണെങ്കിൽ പിടിക്കാം, അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡൻറ്റിഫിക്കേഷൻ എങ്കിൽ, നീ ആരുടെ മുമ്പിൽ തലവണക്കി ആരെ ദൈവം എന്ന് വിളിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇത് സുവിശേഷത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ളവരെ അവർ മീറ്റിങ്ങിൽ 2 കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ അതിലൊന്നിതാ, സുവിശേഷം എങ്ങനെ പറയണം. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഗോഡ് ബിഫോർ യു വർഷിപ്പ് ഹിം, ബിഫോർ യു ആക്സെപ്റ്റ് ഹിം. ആൻഡ് വിതൗട്ട് ഐഡൻറ്റിഫൈങ് ഡോണ്ട് ഈവൻ വർഷിപ്പ് ദ ട്രൂ ഗോഡ്. സത്യദൈവത്തെയും തിരിച്ചറിയാതെ ആരാധിക്കണ്ട. കാരണം ദൈവത്തിനറിയാം, ഇവൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ല ആരാധിക്കുന്നത്, നാളെ ഇവൻ വേറെ വല്ലവരെയും കണ്ടാൽ അവിടെയും പോയി ആരാധിക്കും. കാരണം അപ്പോൾ ആ ആരാധനയ്ക്ക് ദൈവത്തിന് സ്വീകാര്യമില്ല. അതുകൊണ്ടാണ് ഐ ആം എന്ന ദൈവം മോശയോട് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ എന്തൊക്കെയാണോ അത് മുഴുവനും ഞാൻ നിനക്ക് കാണിച്ചു തരും, അങ്ങനെ നീ എന്നെ തിരിച്ചറിയും. ഇവിടെ വന്ന് നിന്റെ ജനത്തോടു കൂടെ നീ എന്നെ തിരിച്ചറിഞ്ഞ് ആരാധിക്കും. ഇവിടെ വെച്ച് കർത്താവ് പറയുകയാണ് ഐ ആം. കഴിഞ്ഞ ദിവസം ഒത്തിരി ചോദ്യമൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് ആ ചോദ്യമൊക്കെ ചോദിച്ചൊരു പരിചയമുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പിന്നെ ചോദ്യം ചോദിക്കാൻ പോവാ. ഈ വാക്ക് പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ പുറകോട്ട് വീണു. ഇതൊരു അത്ഭുതമാണോ? ഈസ് ഇറ്റ് എ മിറക്കിൾ? ഇത് മിറക്കിളിൻ്റെ കൂട്ടത്തിൽ പെടുത്താമോ? ഇല്ലേ? അപ്പോൾ ഇതെന്തുവാ, സാധാരണ സംഭവമാണോ? അപ്പോൾ പിന്നെ മിറക്കിളല്ലേ? ചോദ്യം മനസ്സിലാവുന്നുണ്ടോ? ഇത് അത്ഭുതമല്ല, എന്നാൽ പിന്നെ ഇത് സാധാരണമാണോ? ഇത് സാധാരണമല്ല, അപ്പം പിന്നെ ഇത് അത്ഭുതമല്ലേ? ഈ സംശയം ഞാൻ ചോദിക്കാൻ കാരണം, കർത്താവ് ചെയ്ത അനേക അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതവും മനുഷ്യനെ ഉപദ്രവിക്കുന്ന അത്ഭുതമായിട്ടില്ല. എല്ലാ അത്ഭുതങ്ങളും എന്താ? മനുഷ്യന് പ്രയോജനമുള്ളതാണ്. നമ്മൾ ആരാധന സമയത്ത് പറഞ്ഞു, കർത്താവിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് മുഴുവനും നമുക്കുള്ളതാണ്. എല്ലാം നമുക്ക് തരാൻ പറ്റുന്നതിന് ഒരു പരിമിതിയുണ്ട്. അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പോൾ സർവശക്തി, സർവജ്ഞാനത്വം, സർവവ്യാപിത്വം, ഇതൊക്കെ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിന് തരാൻ പറ്റുന്ന ഗുണങ്ങളാണ് കരുണ, ദയ, ദീർഘക്ഷമ. ഇതൊക്കെ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയും. അതുകൊണ്ടാണ് നോൺ കമ്മ്യൂണിക്കബിളും കമ്മ്യൂണിക്കബിളുമായിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ആ സർവശക്തി ദൈവം ഉപയോഗിച്ചത് എന്നെ രക്ഷിക്കാനാണ്. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ, ഇൻ ഓൾ പ്രൂഡൻസ്, ഹീ സേവ്ഡ് മീ ഓർ ഹീ പ്രിപ്പയർഡ് സാൽവേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, അവൻ മനുഷ്യരൂപത്തിൽ വന്നു, എനിക്ക് വല്ലതും കിട്ടിയോ? അവൻ്റെ മാംസവും അവൻ്റെ രക്തവും അവൻ്റെ ജീവനും കിട്ടി. ഇനി പോരെ? അവൻ ഭൂമിയിൽ വന്നിട്ട് അവൻ എന്തെല്ലാം ആയിത്തീർന്നു അത് മുഴുവൻ എനിക്ക് തന്നു. അവൻ ഏറ്റവും മേലായ നാമം കൊടുക്കുമ്പോൾ ഞാൻ അവനെ തൊട്ടടുത്തിരിക്കുക. അതായത് ഞാൻ പ്രസിഡൻ്റ് ആയാൽ ഞാൻ ഇന്ത്യയുടെ ആരാവും? ഫസ്റ്റ് സിറ്റിസൺ ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഫസ്റ്റ് സിറ്റിസൺ അല്ലേ? അപ്പോൾ എൻ്റെ ഭാര്യ ആരാകും? പ്രസിഡൻറ്റിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയത്തില്ലായിരിക്കും, പക്ഷെ ആരാവും? ഫസ്റ്റ് ലേഡി ആകും. അതാണ് ഞാൻ പറഞ്ഞത്, ഇൻ ഹിം എവറിത്തിങ് ഈസ് അവേഴ്സ്. അങ്ങ് അതിൽ സന്തോഷിക്കുന്നവനാ കർത്താവ്. പക്ഷെ അത് ലഭിച്ചു എന്ന് നീ അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് കർത്താവിനോട് പറയുമ്പം കർത്താവ് സന്തോഷിക്കുന്ന എന്നതാ. ആ പുത്രനെ നിനക്ക് കിട്ടാൻ പോവാ. അവിടെ വെച്ച് കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നീ പറഞ്ഞല്ലോ, ഇനി ഞാനും നിന്നോടൊരു കാര്യം പറയാം. എന്താ പറയാമോ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ദൈവപുത്രനാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ആകർഷണീയനായ വ്യക്തിയാണ് ഞാൻ. ആരാ? ദൈവപുത്രനാണ്. അപ്പോൾ ഞാൻ പറയാ, നീ സഭയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവാ. അപ്പം നിനക്ക് എന്നാ കിട്ടും? ദൈവപുത്രൻ അങ്ങ് അവിടെ ഇരുന്നോട്ടെ.
എനിക്ക് ദൈവപുത്രനെ കിട്ടുന്നില്ല, ദൈവപുത്രൻ അവിടെ ഇരുന്നു. അങ്ങനല്ല, ഈ ദൈവപുത്രൻ നിന്റെ ഭർത്താവാകാൻ പോവുക, നിന്റെ മണവാളനാകാൻ പോവുക. വാട്ട് അബൌട്ട് ദാറ്റ്? അതെങ്ങനെയുണ്ട്? അതാണ് അവിടുത്തെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും നമുക്കിവിടെ വരാം. എന്തുകൊണ്ട് കർത്താവ് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു അത്ഭുതം ഇവിടെ ചെയ്തു? മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു അത്ഭുതം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് അവരോട് സെയിം ചോദ്യം ചോദിക്കുക. നമ്മൾ ആ വാക്യത്തെ വീണ്ടും വായിക്കാൻ പോവുകയാണ്. ആദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു. വീണ്ടും ചോദിച്ചു, വീണ്ടും ഉത്തരം പറഞ്ഞു. 2 വട്ടവും ഒരേ ചോദ്യം, 2 വട്ടം ഒരേ ഉത്തരം. എളുപ്പം വായിച്ചാട്ട് 18-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. നസ്രായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, ഉത്തരം കേട്ടല്ലോ, നസ്രായനായ യേശുവിനെ. വായിച്ചാട്ടെ. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. ഉത്തരം കേട്ടല്ലോ, അത് ഞാൻ തന്നെ. വീണ്ടും വായിച്ചാട്ടെ. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. 7-ാം വാക്യം. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് ചോദ്യം കേട്ടോ, വീണ്ടും സെയിം ചോദ്യമാണ്. നിങ്ങൾ ആരെ തിരയുന്നു? ഉത്തരം എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവർ നസ്രായനായ യേശുവിനെ എന്ന് പറഞ്ഞു. മനസ്സിലായോ? നസ്രായനായ യേശുവിനെ എന്ന് അവർ പറഞ്ഞു. ഉടനെ കർത്താവ് എന്തോ പറഞ്ഞേ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ആകുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇതെന്തോ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഈ വന്നവർ ആദ്യം പറഞ്ഞു നസ്രായനായ യേശുവിനെ, ഉത്തരം ഞാൻ ആകുന്നു. എന്തോ സംഭവിച്ചു? എല്ലാം കൂടെ താഴോട്ട് വീണു. നമ്മൾ മനസ്സിലാക്കണം, എന്തുമാത്രം പവർ റിലീസ്ഡ് ആയിട്ടായിരിക്കും ഇവർ വീണത്. ഇവിടെ ഇപ്പോൾ 1000 പേരൊന്നുമില്ല, ഒരു 400 പേരുണ്ടെന്നിരിക്കട്ടെ. ഈ 400 പേരെ ഒറ്റ തെള്ളിന് ഞാൻ വീഴിക്കണമെങ്കിൽ എന്തുമാത്രം പവർ റിലീസാകണം? ഞാൻ തെളിയ 1-2 പേര് വീഴും. 400 പേര് വീഴുവോ? ഇല്ല. അപ്പോൾ ദൃഢഗാത്രരായിരിക്കുന്ന പട്ടാളക്കാരെ പോലെ ആയിരിക്കുന്ന ഇവർ, പിശാചുക്കളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ഇവർ ഒരൊറ്റ വാക്കിന് വീഴണമെങ്കിൽ എന്തുമാത്രം ത്രസ്റ്റ് ആ 1000ങ്ങളുടെ മേളിൽ വന്നിട്ടുണ്ടാവും. ഇവർ ഓൾറെഡി ഒരല്പം പേടിച്ചാണ് വരുന്നത്. ഞാൻ വിചാരിക്കുന്നത്, നമ്മളൊക്കെ ആദ്യം ചിന്തിച്ചത് യൂദാസിൻ്റെ കയ്യിൽ 10-12 പേര് കാണും, അവരുമായിട്ട് വരുമെന്നാണ്, ഇല്ലേ? അങ്ങനെ വരാതിരുന്നതിൻ്റെ ഒരു കാരണം യൂദാസ് പറഞ്ഞു കാണും, ഞാൻ ഈ 10-15 ഞാൻ പോവുകയല്ല. അതേ, ഇതാരാന്ന വിചാരം? വെള്ളത്തിൻ മീതയിൽ നടന്നവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, പിശാചുക്കളെ ശാസിച്ചവൻ, കാറ്റിനോട് പോലും അവൻ പറയുന്നത് പോലെ അവൻ ചെയ്യും. അങ്ങനെയുള്ള ഈ കർത്താവിനെ പിടിക്കാൻ ഈ 10-15 പേരെയും കൊണ്ട് പോകാനോ? ഞാനെങ്ങും പോവുകയില്ല എന്ന് യൂദാസ് പറഞ്ഞു കാണുമെന്ന് ഞാൻ ഊഹിക്കുക. അപ്പോൾ എത്ര വേണ്ടിയെന്ന് വെച്ചാൽ കൊണ്ടു കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടെ വരിക. യൂദാസ് പറഞ്ഞു കാണും, സൂക്ഷിക്കണം, അവൻ എന്തുവാ ചെയ്യാൻ പോകുന്നത് പറയാൻ പറ്റത്തില്ല. ആദ്യത്തെ വാക്കിൽ തന്നെ എല്ലാവരും വീണു. വീണ്ടും ചോദ്യം, അതേ ചോദ്യം, ഉത്തരം അതേ ഉത്തരം. കർത്താവിൻ്റെ റെസിപ്രോക്കേറ്റ് ആൻസർ എന്തുവാ? ഐ ആം. ഇനി എന്തുവാ സംഭവിക്കാൻ പോകുന്നത് അവർക്കറിയാവോ? ഒന്നും സംഭവിച്ചില്ല. പക്ഷെങ്കിൽ ആ ഭയത്തിൽ, ആ കൺട്രോളിൽ, ആ നിയന്ത്രണത്തിൻ്റെ പോയിന്റിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞ, എന്തുവാ? ഞാനാകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നെ ആകുന്നു അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അപ്പം എന്തിനാ അവരെ വീഴ്ചേ? എന്നെ ആകുന്നു അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അപ്പോൾ എന്തിനാ കർത്താവ് അവരെ വീഴിച്ചേ? അവരെ വീഴിക്കുമ്പോൾ അവർ ആ ഷോക്കിൽ കർത്താവ് പറയുന്നത് അനുസരിക്കും. ഒരു മോബ്, ഒരു കൂട്ടത്തെ നിയന്ത്രിക്കാന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല. അതായത് പെൺകുട്ടികൾ പോലും അവരൊരു കൂട്ടമായി കഴിഞ്ഞാൽ ഡേഞ്ചറസാണ്. ആണോ അല്ലയോ? ഞാൻ ഇങ്ങോട്ട് നോക്കിയാൽ ചോദിക്കുന്നത്. ഇവിടെ നല്ല പാവത്താനും നാണോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒറ്റയ്ക്കുള്ള ഈ പെൺകുട്ടികൾ 10 ഒരുമിച്ച് കൂടിയാൽ വേണ്ട, അച്ചായന്മാരൊക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു മോബാണ്. ഇതിനകത്ത് പിശാചാണ് നേതാവ്. ഇതിനകത്ത് അശുദ്ധാത്മാക്കൾ നിറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം പറഞ്ഞു, ദിസ് ഇസ് ദി അവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇത് അന്ധകാരത്തിൻ്റെ മണിക്കൂറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോബിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അവർ യേശുക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ശിഷ്യന്മാരെ വെറുതെ വിടുവോ? ശിഷ്യന്മാരെ വെറുതെ വിടുകയല്ല. എന്നാൽ മൽക്കൂസിൻ്റെ കാത് വെട്ടണമെങ്കിൽ മൽക്കൂസ് ഏറ്റവും മുമ്പിലുള്ള കൂട്ടരിൽ ഒരാളായിരിക്കണം, ഇല്ലേ? അങ്ങനല്ലേ? ഈ ഫ്രണ്ട് ബ്രഞ്ചിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞ പോലെ മൽക്കൂസ് ഏറ്റവും മുമ്പിലുള്ള ഒരു പാർട്ടിയായിരുന്നു. അവനാണെങ്കിൽ മഹാപുരോഹിതൻ്റെ ദാസനും കൂടിയാ. അപ്പോൾ അവൻ്റെ കാത് വെട്ടി പത്രോസിനെ ആരെങ്കിലും വെറുതെ വിടുവോ? പക്ഷെ പത്രോസിനെ തൊട്ടില്ല. എന്താ കാര്യം?
ഈ നിയന്ത്രണമാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. എന്തിനാണ് കർത്താവ് ആ അത്ഭുതം ചെയ്തത്? തൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ. നോക്കിക്കേ, നമ്മുടെ കർത്താവ് അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ തൻ്റെ ഉള്ളം നമുക്കറിയാം. എന്തുവാ ഉള്ളം? എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. തൻ്റെ ശരീരം നമുക്കറിയാം, അവൻ്റെ വിയർപ്പുകൾ വലിയ രക്തത്തുള്ളി പോലെ വീണിരിക്കുന്നു. തൻ്റെ ശക്തി നമുക്കറിയാം, ദൂതൻ വന്നിട്ട് ബലപ്പെടുത്തി. അത്രേ ഉള്ളു ശക്തി, ഇല്ലേ? ദൂതൻ ബലപ്പെടുത്തേണ്ടി വന്നു, ഇല്ലേ? ദൂതൻ ബലപ്പെടുത്തിയ വേറൊരു സംഭവം ഉണ്ടോ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ? ഇവിടുത്തെ വാച്ച് ഭയങ്കര ഫാസ്റ്റാണെന്ന് തോന്നുന്നു. വേറൊരു സംഭവം ഉണ്ടോ? മരുഭൂമിയിൽ വെച്ച് നമ്മളതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ ശുശ്രൂഷിച്ച ദൂതൻ പിന്നെ എവിടെയെങ്കിലും ശുശ്രൂഷിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ കാണുന്നത് ഗെത്സമന തോട്ടത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ ശുശ്രൂഷിച്ചത്? നമ്മളതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, 40 ദിവസം ആഹാരമില്ലാതെ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമോ? നീ വെള്ളം കുടിച്ചായിരുന്നോ യേശുക്രിസ്തു മരുഭൂമിയിൽ? കുടിച്ചെന്നോ ഇല്ലെന്നോ? കുടിച്ചോ? ഒരു 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 സംശയമല്ലേ? ഇനി എങ്ങാനും കുടിച്ചാലോ? കുടിച്ചില്ല. ഒരു മനുഷ്യന് 7 ദിവസത്തിൽ കൂടുതൽ സാധാരണ വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ കുടിച്ചില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് മെഡിക്കൽ ശാസ്ത്രം പറയുന്നു. അതുകൂടാതെ മലമുകളിൽ കൊണ്ടുപോയി, ആ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയും അവിടെ നടന്നു. അത് കഴിഞ്ഞ് യേശുക്രിസ്തു അക്ഷരികമായി ഗ്രാമത്തിൽ തിരിച്ചെത്തുവാൻ ഊർജമില്ലാത്തവനും ശക്തിയില്ലാത്തവനുമായി അവിടെ നിൽക്കുകയാണ്. ഏത് മനുഷ്യനും മരിച്ചു പോകുന്ന ഫിസിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ആ ശാരീരിക അവസ്ഥയിൽ ന്യായമായും, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം, ന്യായമായും ഒരു ദൂതൻ്റെ ശുശ്രൂഷ പിതാവിന് കൊടുക്കാൻ കഴിയും. കാരണം പിതാവിന് ഒരിക്കലും അതെൻ്റെ മോനാണ്, ഞാൻ ഇച്ചിരി സ്പെഷ്യൽ പ്രിവിലേജസ് ഒക്കെ കൊടുക്കും, അങ്ങനെ ഒരു പ്രിവിലേജും യേശുക്രിസ്തുവിന് ഈ 33.5 വർഷവും ലഭിച്ചിട്ടില്ല. യേശുക്രിസ്തുവിന് കിട്ടിയ എല്ലാ ഉത്തരങ്ങളും എബ്രായർ 5:7 എന്തോ പറയുന്നത്, ഒന്ന് വായിച്ചാട്ടെ. ഐഹിക ജീവകാലത്ത്, തൻ്റെ ഐഹിക ജീവിതകാലം 33.5 വർഷം തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. ഉറച്ച നിലവിളിയോടും, ഞാൻ ചോദിച്ചോട്ടെ, ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അവസാനമായി നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിച്ചേ? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവസാനമായി നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിച്ചേ? ഇനി ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അങ്ങനെ? ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും. അപേക്ഷയും അഭയയാചനയും അത് രണ്ടും രണ്ടാ കേട്ടോ. ഓക്കെ, കഴിക്കുകയും ഭയഭക്തി നിമിത്തം, ഭയവും ഭക്തിയും നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്, പക്ഷെ പറയുന്നില്ല ഞാൻ. കർത്താവിൻ്റെ അറിവ് പോലും, അതായത് 12-ാം വയസ്സിൽ തൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പോയ സ്കോളേഴ്സിനോട് ആ ചോദ്യം ചോദിച്ചത് ദിവ്യമായിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അറിവ് കൊണ്ടല്ല പ്രിയമുള്ളവരെ. ഈ 12 വയസ്സിൽ താൻ പഠിച്ച ന്യായപ്രമാണത്തിൻ്റെയും ഭയത്തിൻ്റെയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ ഒരു സാധാരണ മനുഷ്യൻ എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുമോ അതിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. ദൈവം ചോദിച്ചാൽ ഏത് മനുഷ്യനും ഉത്തരം പറയാൻ പറ്റും? അത് വലിയ കാര്യമാണോ? ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്താണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അവൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ രഹസ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അല്ല. അവൻ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കർത്താവേ, പിതാവേ, നീ എന്നെ അയച്ചതെന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നീ നൽകുന്നുവെന്നും ഇവർ അറിയേണ്ടതിന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്തരമാണത് ലാസറിനെ ഉയർപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മൾ ക്രിസ്തുവിലൂടെ കാണുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, ആ ശക്തി ഇവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ മരുഭൂമിയിൽ ശുശ്രൂഷിച്ച ദൂതൻ
മരിക്കുന്നതിന് മുമ്പ് അവനെ ശുശ്രൂഷിച്ച് ബലപ്പെടുത്തി തിരിച്ച് ഗ്രാമത്തിലെത്തിക്കുക. ഇനി അടുത്ത ചോദ്യം, അതേ അവസ്ഥയിൽ എൻ്റെ ഉള്ളം മരണവേദന പോലെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ചില ആൾക്കാരുണ്ടല്ലോ, ഒരു സൂചി കുത്തുമ്പോഴെന്തോ പറയുന്നത്, ഞാൻ അങ്ങ് ചത്തുപോകുവേ, പേശാവ് എന്നാ പറഞ്ഞേ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്, പിന്നെ ഈ പായസം കുടിച്ചില്ല ഞാനിപ്പം ചത്തുപോകും. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ചത്തുപോകും ബ്രദറെ, കള്ളം പറയാതെ ബിസിനസ്സൊന്നും ചെയ്യാൻ പറ്റുകയില്ല, ഒന്നും വാങ്ങണം ജീവിക്കാൻ പറ്റുകയില്ല. ഇത് പിശാച് പറയുന്ന കള്ളമാണ്. നമുക്ക് മക്കൾ 2 3 അതിൽ കൂടുതലോ ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? ജീവിക്കാൻ പറ്റുകയില്ല. പണ്ടുള്ളവരൊക്കെ പിന്നെ എങ്ങനെ ജീവിച്ചേ? ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന പല കള്ളത്തരങ്ങൾ നമ്മൾ അപ്പാടെ അങ്ങ് വിശ്വസിക്കുക. അപ്പോൾ യേശു ക്രിസ്തു മരണത്തിലേക്ക് പോകട്ടെ. കർത്താവ് 3 പ്രാർത്ഥനയാണല്ലോ ഗെത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചത്. ഈ മൂന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞാണോ ദൂതൻ ബലപ്പെടുത്തിയത്, അതോ 1ാമത്തെ പ്രാർത്ഥനയാണോ, അതോ 2ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞാണോ ദൂതൻ ബലപ്പെടുത്തിയത്? അയ്യോ ബദറെ, ഞങ്ങൾ എണ്ണിയില്ലായിരുന്നു. ഒരു കാര്യം പറയാനായിട്ടത് പറഞ്ഞേ. 1ാമത്തെ 3ാമത്തെ ലൂക്കോസ് ഒന്ന് നോക്കിക്കേ, കാണിച്ചു തരാൻ പറ്റുമെന്നോ? ലൂക്കോസ് 22 43-44. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ചു അല്ലേ? പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ദൂതൻ ബലപ്പെടുത്തിയപ്പോൾ യേശുക്രിസ്തു എന്നാ ചെയ്തു? നമ്മളെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ബലം കിട്ടാനാ. ബലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയൊന്നുമില്ലല്ലേ? എന്നാൽ കർത്താവ് എങ്ങനെയായിരുന്നു? ആ ബലത്തോടെ വീണ്ടും ഒന്ന് അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു. ഉറച്ച നിലവിളിയും കണ്ണുനീരും. അത് തൻ്റെ ജീവിതചര്യയായിരുന്നു. ഇനി യേശുക്രിസ്തു പാപം ചെയ്തിട്ടാണോ നിലവിളിക്കേണ്ടി വന്നേ? ഒരു പാപവും ചെയ്യാഞ്ഞിട്ടും തൻ്റെ പ്രാർത്ഥനയിൽ നിലവിളിയും കണ്ണുനീരും ഉണ്ടായിരുന്നു. നമുക്കത് പറ്റുമോ? ഇനി കർത്താവിന് ഇച്ചിരി ലോണൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് 1-2 പനിയും അസുഖമൊക്കെ വന്നായിരുന്നു, അന്നേരം കരഞ്ഞേ ആണോ? എന്തിനാ കരഞ്ഞേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിചാരം പ്രശ്നവും പ്രയാസവും ഉള്ളപ്പോൾ മാത്രം കണ്ണുനീര് മതിയെന്നാണ്. നമ്മുടെ വിചാരം ആവശ്യങ്ങളുടെ മുഖത്താണ് നമ്മൾ കണ്ണുനീര് പൊരിയുന്നതെന്നാണ്. എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ പാപവും ഇല്ലായിരുന്നു, ആവശ്യങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷയിൽ, കൃപയിൽ, നിറവിൽ ജീവിക്കുവാൻ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു പോയ കർത്താവ്. ഞാനിവിടെ മടങ്ങി വരട്ടെ. അപ്പോൾ ഈ കർത്താവ് ഇങ്ങനെയാണ് ബലം നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ പ്രാപിച്ചത്. അപ്പോൾ ഇവിടെ അത്രയും ബലഹീനമായി ഇരിക്കുമ്പോഴും, അന്ധകാരത്തിൻ്റെ മണിക്കൂറിൽ ഇരിക്കുമ്പോഴും, പിശാചും അശുദ്ധാത്മാക്കളും മനുഷ്യരും ഇരിക്കുമ്പോഴും, തൊട്ടു മുമ്പാകെ കുരിശും മരണവും അതിവേദനയും ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ ഗെത്സമനെ തോട്ടത്തിലെ ചിന്ത ആരെക്കുറിച്ചാണ്? ഇവർ പോയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്നവൻ മഹത്വത്തിലാണ്. ഇന്ന് അവൻ്റെ ചിന്ത ആരെക്കുറിച്ചായിരിക്കും? എന്നെ കരുതുന്നവൻ ഇല്ലേ? പ്രിയമുള്ളവരെ, കർത്താവ് മതിയായവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗെത്സമനെ തോട്ടത്തിൽ ശിഷ്യന്മാർക്ക് അവൻ ഇങ്ങനെയായിരുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ മഹത്വത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവൻ ഇവിടെ നിൽക്കുമ്പോൾ അധികാരമുള്ളവനായിട്ടല്ല വാസ്തവത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് അവൻ നമുക്ക് വേണ്ടി എത്രയധികം ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഇതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവരെല്ലാവരും കൂടെ പുറകോട്ട് വീണ് ശിഷ്യന്മാരെ ആ ദൈവം കൊടുത്ത ആ ജർക്ക്, ആ ഷോക്കിൽ രക്ഷിക്കാൻ സാധിച്ചു. ഇങ്ങനെ രക്ഷിച്ച വല്ല സംഭവങ്ങളും പഴയ നിയമത്തിലുണ്ടോ? ഇങ്ങനെ രക്ഷിച്ച വല്ല സംഭവവും പഴയ നിയമത്തിലുണ്ട്? ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് എന്താ ഉപയോഗിക്കുന്നത്? ഷോക്കിംഗ് ദി എനിമി ആൻഡ് ഗിവിങ് എ കണ്ടീഷൻ ഓഫ് അറസ്റ്റ്. ഇവിടെ തന്നെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നത് എങ്കിൽ, കണ്ടീഷൻ, എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ പോയിക്കണം. കണ്ടീഷൻ ഓഫ് അറസ്റ്റ്. ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വ്യക്തി പറയുക, എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു കണ്ടീഷനുണ്ട്.
ഇല്ലേ? ആ കണ്ടീഷൻ കർത്താവ് കൊടുക്കുക. അങ്ങനെ ബൈബിളിൽ വല്ല സംഭവം പഴയ നിയമത്തിൽ? എലീശയാണോ ഏലിയാവാണോ? ഏലിയാവ്. അപ്പം 2 ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായി. നിങ്ങൾ വീട്ടിൽ പോയി, അല്ല ഇപ്പോൾ തന്നെ വായിച്ചേക്കാം. 2 രാജാക്കന്മാർ. അതിനകത്ത് എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്, അതുകൊണ്ട് അത് എടുക്കാം എന്ന് വിചാരിച്ചതാണ്. 2 രാജാക്കന്മാർ 1:10 വായിച്ചാട്ടെ. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യം വന്ന ആളിനോട് ഏലിയാവ് പറഞ്ഞതാ, എന്തോ പറഞ്ഞേ? തീ നിന്നെ ദഹിപ്പിക്കട്ടെ. അപ്പോൾ ഈ വന്ന വ്യക്തി എങ്ങനെയാ പറഞ്ഞത്? അദ്ദേഹം 50 ആളുടെ അധിപതിയാണ്. അന്നത്തെ ആൾക്കാരൊക്കെ 50 പേരുടെ അധിപതി എന്ന് പറഞ്ഞാൽ വലിയ കൂടിയ പാർട്ടീസാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും സംസാരിച്ചേ? വളരെ അറഗൻ്റായിട്ടായിരിക്കും സംസാരിച്ചേ. ഏലിയാവേ, ഇങ്ങോട്ട് പറഞ്ഞു വന്നേ, രാജാവ് നിന്നെ വിളിക്കുന്നു. മര്യാദയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇല്ലേ? അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പം ഏലിയാവ് പറയുകയാണ്, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ഇപ്പം ഞാൻ ഇറങ്ങി വരുന്നില്ല, പകരം എന്നാ ഇറങ്ങി വരും? തീ ഇറങ്ങി വരും എന്ന് അവിടെ വെച്ച് പറയുകയാണ്. അതിനുശേഷം വീണ്ടും മുമ്പോട്ട് വായിച്ചാട്ടെ. ഉടനെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവനെയും അവൻ്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. അവൻ 50 പേർക്ക് അധിപതിയായ മറ്റൊരുത്തനെയും അവൻ്റെ 50 ആളെയും അവൻ്റെ അടുക്കൽ അയച്ചു. അവനും അവനോട്, ദൈവപുരുഷ, വേഗത്തിൽ ഇറങ്ങി വരുവാൻ. അവിടെ ടോൺ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വായനയുടെ ടോൺ എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റാണ്. ഞാൻ മോനുവിന് സ്തോത്രം ചെയ്തു. ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ വേഗം ഇറങ്ങി പോകാൻ എങ്ങനെയായിരിക്കും പറയുക? ആദ്യം വന്നവരെ കൊന്നു, ആ കുറ്റം നിൻ്റെ മേലുണ്ട്. രണ്ടാമത് എന്നെ മെനക്കെടുത്തി, ഞാൻ രക്ഷപ്പെട്ടു, ഈ ഏലിയാവിനെ വിളിക്കാൻ ഇവിടം വരെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 50 പേരെ കൂട്ടി എന്നെ ഇങ്ങോട്ട് വിട്ടു. ഞാൻ അവിടെ ഓഫീസിൽ എനിക്കാണെങ്കിൽ പല പണികളുണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേഗം ഇറങ്ങി പോകാന്ന് വെച്ചാൽ ആ ടോൺ അങ്ങനെയായിരിക്കും. വളരെ അറഗൻറ്റും വളരെ ക്രൂവലായിട്ടായിരിക്കും അവിടെ പറയുന്നത്, ഇറങ്ങി വാ. ഉടനെ ഏലിയ പറഞ്ഞു, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ വേഗം ഇറങ്ങി വരാൻ പോകുന്നത് തീയായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ കൂട്ടരെ അയക്കുകയാണ്. 3ാമത്തെ കൂട്ടരെ ഒന്ന് നോക്കാം. 13-ാം വാക്യം. മൂന്നാമതും അവൻ 50 പേർക്ക് അധിപതിയായ ഒരുത്തനെയും അവൻ്റെ 50 ആളെയും അയച്ചു. ഈ 3ാമത്തെ 50 പേർക്ക് അധിപതിയായവൻ ചെന്ന് ഏലിയാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട്. കണ്ടീഷൻ ഓഫ് അറസ്റ്റ് മനസ്സിലായോ? ആദ്യമേ അങ്ങ് മുട്ടുകുത്തി. പിന്നെന്ത് ചെയ്തു? അവനോട്, ദൈവപുരുഷനായുള്ളവേ, എൻ്റെ പ്രാണനെയും നിന്റെ ദാസന്മാരായ ഈ 50 ആളുടെ പ്രാണനെയും ആദരിക്കണമേ. മതി. ആദ്യത്തേതിനെ നിങ്ങൾ കൊന്നു, രണ്ടാമത്തേതിനെ നിങ്ങൾ കൊന്നു, 3ാമത്തെ ഞങ്ങളുടെ ജീവനെ ആദരിക്കണമേ. അപ്പോൾ ദൈവം തന്നെ ഏലിയാനോട് പറയാ, ഇനി പോയിക്കോളാൻ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് ആദ്യം ഇവർ ഈ 1000കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വരിക, ഈ ഗത്സമന തോട്ടത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 1000കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു. അകത്ത് പിശാച്, പിന്നെ അശുദ്ധാത്മാക്കളുടെ സമയം, മണിക്കൂർ, ഇരുട്ടിൻ്റെ. ആകെ കൂടെ ഒരു കർത്താവും കൂടെ 10-12 പേരുണ്ടായിരുന്നു. ഇപ്പോൾ 11 ഉള്ളൂ അല്ലേ? 11 ശിഷ്യന്മാരും. ഇവരോട് ചോദിക്കുക, നിങ്ങൾ ആരെയാകുന്നു അന്വേഷിക്കുന്നത്? കർത്താവ് എങ്ങനെയായിരിക്കും ചോദിച്ചേ? വളരെ സൗമ്യതയിലായിരിക്കും ചോദിച്ചേ. ഇവരെങ്ങനായിരിക്കും ഉത്തരം പറഞ്ഞേ? വളരെ അറഗൻ്റായിട്ട്. കാരണം ആരെയും പേടിക്കണോ ഇപ്പം? മഹാപുരോഹിതൻ്റെ അനുവാദവും പിശാചിൻ്റെ സപ്പോർട്ടും 10,000 പേരുടെ ഇതും, പിന്നെ ആകെ കൂടെ വേർത്ത് കുളിച്ചാണോ ഇരിക്കുന്നത് യേശുക്രിസ്തു ഇപ്പം? വേർത്ത് കുളിച്ചിരിക്കുക. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, ഈ രാത്രി ഉഷ്ണമുള്ള രാത്രിയായിരുന്നോ തണുപ്പുള്ള രാത്രിയായിരുന്നോ? തണുപ്പുള്ള രാത്രി. എങ്ങനെ പറയാൻ പറ്റും? ചൂടില്ലായിരുന്നോ? അവർ തീ കായുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? അപ്പോൾ തീ കായത്തക്കവണ്ണം തീയിട്ട് മനുഷ്യരെല്ലാം ചുറ്റി നിൽക്കുക. പത്രോസിനും തണുത്ത് മേലാഞ്ഞിട്ട് തൻ്റെ ശത്രുക്കളാണെങ്കിൽ അവരുടെ ഇടയിൽ പോയി ഇച്ചിരി തീ മേടിക്കാമെന്ന് പറഞ്ഞു. പുള്ളി നെഞ്ചിൽ തീയും മേടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. അത് വേറെ സംഭവം. അപ്പോൾ ഇതാണ് സാഹചര്യം. കർത്താവ് ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുക. ശിഷ്യന്മാരാണെങ്കിൽ പകുതി ഉറക്കം തൂങ്ങിയും പേടിച്ച് അരണ്ടും ഇരിക്കുക. അവർക്കാണെങ്കിൽ ഒരു ആത്മീക ശക്തിയുമില്ല, കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, they were very arrogant in their answer. അവർ വീണു. ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ വീണു. രണ്ടാമത് കർത്താവ് ചോദിക്കുകയാണ്, whom do you seek? നിങ്ങൾ ആരെയാകുന്നു അന്വേഷിക്കുന്നത്? രണ്ടാമത്തെ ഉത്തരം അവരെങ്ങനെയായിരിക്കും കൊടുത്തത്?
ഈ വീണത് ഈ 1000 പേര് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്തെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ എന്തോ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ഞാൻ താഴെ നിന്ന് രാത്രിയിൽ ഏറ്റവും മുമ്പിലുള്ള ആളിനോട് അല്ലെ എൻ്റെ ശബ്ദം മാക്സിമം ഒരു 4 റോ വരെ ചെല്ലും, അല്ലെ 5 റോ വരെ ചെല്ലും. ഈ 1000 പേരിൽ ഇവർക്ക് വല്ലതും അറിയാവോ എന്തോ സംഭവിച്ചതെന്ന്? ഈ വീണതെന്നല്ലാതെ ആ സ്പിരിച്വൽ ഷോക്ക് കിട്ടിയെന്നല്ലാതെ വേറെ എന്തെങ്കിലും ഇവർക്കറിയാവോ? ഇവരാകെ കൺഫ്യൂസ്ഡാണ്, ഇവരാകെ ഭയചകിതരാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അപ്പോൾ രണ്ടാമത്തെ അയാം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർക്കറിഞ്ഞൂടാ. നമുക്കറിയാം, നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഏറ്റവും താണു വീണ് പറഞ്ഞു കാണും, നസ്രയനായ യേശുവിനെ. അപ്പോൾ കർത്താവ് പറയാണ്, ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പരുവമായിട്ടുണ്ട്, ഇനി എനിക്ക് എൻ്റെ കണ്ടീഷൻ പറയാം. എന്താ കണ്ടീഷൻ? നിങ്ങൾ എന്നെയാകുന്നു അന്വേഷിക്കുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. എങ്ങനെ ഉത്തരം പറഞ്ഞു കാണും? ഓ ആയിക്കോട്ടെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരാമെങ്കിൽ ഞങ്ങൾക്ക് ആ കൈയൊന്ന് ബന്ധിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരിക്കും അവരെ കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ വെച്ച് ശിഷ്യന്മാരെ രക്ഷിച്ചത് ആത്മിക രക്ഷയോ ശാരീരിക രക്ഷയോ? പിന്നെയും ചോദ്യം ചോദിച്ചു, ഈ മനുഷ്യനെ കൊണ്ട് ഇത് ആത്മിക രക്ഷയോ ശാരീരിക രക്ഷയോ? ശാരീരിക രക്ഷയാ, ഇല്ലേ? ഇനിയും യോഹന്നാൻ 18 അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യം വായിച്ചാൽ, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. ശീമോൻ പത്രോസ്, മതി. ഓഫ് ദോസ് ഹൂം യു ഗേവ് മീ ഐ ഹാവ് ലോസ്റ്റ് നൺ. എനിക്ക് ആരെയും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ വച്ച് ഇത് ശാരീരിക രക്ഷ തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മിക രക്ഷ നമുക്കെല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയില്ല. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, when God doesn't want any, nobody can snatch us. നമ്മളെ ആർക്കും ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ശുശ്രൂഷ തീർന്ന് കർത്താവിൻ്റെ ഫുൾ അനുവാദത്തോടു കൂടെ മാത്രമേ മനുഷ്യർക്ക് നമ്മെ ഉപദ്രവിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ അത് ശാരീരിക രക്ഷയാണ്. ഇവർ പോയിക്കൊള്ളട്ടെ, ഓ ആയിക്കോട്ടെ. ഉടനെ വചനം നിവൃത്തിയായി. എന്താ? നീ എനിക്ക് തന്നവരിൽ ആരും എനിക്ക് നഷ്ടമായിട്ടില്ല. കർത്താവിൻ്റെ പ്രാർത്ഥനയിലും അതുണ്ട്. ഇതുവരെയും ഞാൻ നിന്റെ നാമത്തിൽ അവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. ഐ kept them in your name. ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ ഒരിക്കലും മനസ്സിലായിട്ട് പോലും ഉണ്ടാവില്ല, എവിടെ ഈ 3.5 വർഷത്തിൽ നമ്മളെ തല്ലാൻ ആരെങ്കിലും വന്നോ? നമുക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. കർത്താവ് എന്തോ ഈ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്റെ നാമത്തിൽ അവരെ സൂക്ഷിച്ചുകൊണ്ടിരുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക വട്ടം ശിഷ്യന്മാരുടെ മേൽ അറ്റാക്ക് ഉണ്ടാകാമായിരുന്നു. ആ സമയത്തൊക്കെയും യേശു ക്രിസ്തു അവരെ പിതാവിൻ്റെ നാമത്തിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഈ ഭൂമിയിൽ ഒരു സഭയായിട്ടൊക്കെ നിൽക്കുക. എന്നും മാത്രം സംരക്ഷണം, നമുക്കൊരു പിടിയുമില്ലാത്ത സംരക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാവോ? യോബിന് ഒരിക്കലും അറിയാൻ മേലാതിരുന്ന ഒരു കാര്യമുണ്ട്. അത് പിശാച് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർക്കൊക്കെ മനസ്സിലായത്. എന്താ? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നാം 100% സുരക്ഷിതരാണ്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത് കർത്താവിൻ്റെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ്. ആ കാര്യവും ആ ബോധ്യവും കർത്താവ് നമുക്ക് സ്ഥിരമായി നൽകുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.